Attention please. Okay guys, ഇവിടെ നമ്മുടെ സ്വന്തം ദർശന്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് വേണ്ടി കൂടിയ എല്ലാവർക്കും സ്വാഗതം. 5 വർഷത്തെ കടുത്ത പ്രണയത്തിന് ശേഷം എന്റെ സ്വന്തം അളിയൻ അങ്ങ് കെട്ടാൻ തീരുമാനിച്ചു. So let's make a toast for Darshan. We wish you a happy married അടിച്ചു പൊളി life man. എടാ അളിയ, എന്താടാ അളിയ, എനിക്ക് എന്റെ വേദി ഇപ്പൊ കാണോ? എടാ, നാളെ മുതൽ നിനക്ക് അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാലോ. നീ വെയിറ്റ് ചെയ്. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. കാണാൻ കൊതിയാവുക. ഈ ഞാനുള്ളപ്പോ എന്റെ അളിയനെ കരയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കൊണ്ടുപോടാ നിന്നെ. ഞാൻ കൊണ്ടുപോകും. ഓന്റെ ചാട്ടൊക്കെ എനിക്ക് മനസ്സിലായി. ഹൂസന് നിനക്ക് നിന്റെ പെണ്ണിനെ കാണാനില്ലടാ. നീ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. വേണേ വന്നാ മതി. മതില് ചാടാൻ ഞാൻ എക്സ്പേർട്ടാ. നീ ഇതെങ്ങോട്ടാ പോണേ? ആ വഴി പോയാൽ ആ പരട്ട പട്ടി കാണും അവിടെ. നീ ഇങ്ങോട്ട് വാ. എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയില്ല. മോനെ, ഇത് സ്ഥിരം റൂട്ടാണല്ലേ. നിനക്കിപ്പോ അവളെ കാണണോ വേണ്ടയോ? ആ, കാണണം. ആ കുപ്പി എന്തി ധൈര്യത്തിന് ബെസ്റ്റാ. പൊട്ട, നീ ഫുള്ള് തീർത്തോ? ഇതെന്തുവാടാ, കത്തിയിരിഞ്ഞിറങ്ങുവാണല്ലോ. അയ്യോ, നശിപ്പിച്ച്. അത് ഡ്രൈ ആയിരുന്നടാ പൊട്ട. വൗ, സബാഷ്. ഫിറ്റായി ചെന്നോ അവിടെ പുതപ്പിക്കും. അയ്യോ പൊന്നു മോൻ, വാ മതില് ചാടാ. കം ഓൺ മാൻ. ഡാ പതിയെ പറ, ഇവ നാട്ടുകാരെ ഫുള്ള് എണ്ണിപ്പിക്കും. ഡാ പൊന്നു മോനെ, നീ ഇത് തേനിയാണോ കാണിക്കുന്നത്? പാതിരാത്രി നടുറോട്ടിലിരുന്ന് നമ്മുടെ എക്സസൈസ് വ്യായാമം. അത് ആരോഗ്യത്തിന് ബെസ്റ്റായി ഞാൻ കഴിഞ്ഞ ആഴ്ച മാസിക വായിച്ചായിരുന്നു. ഉണ്ടമ്പുരി, ഞാൻ പോകുക. ഇവനെ കൊണ്ടുവരാൻ ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു. അവനോട് എക്സസൈസും ചെയ്തോണ്ടിരിക്കുക. ഇനി ഒറ്റയ്ക്ക് അങ്ങ് മതില് ചാടാം. നീ ചാടുമുത്തേ, സേട്ട പിന്നാലെ വരാം. ഡാ, നീ വരുന്നില്ലേ? ഇവന്റെ കാറ്റ് പോയോ? സാരമില്ല, അവിടെ കിടക്കട്ടെ. അവിടെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ അവനെ പറക്കിയെടുത്തോണ്ട് പോകാം. ഏത് മതിലും ചാടി കടക്കുന്നവനാണ് ഈ വീരപ്പനാരുഷ്. അയ്യോ അമ്മേ, നടുപൊടിച്ചില്ല, ഭാഗ്യം. എടാ പ്രഹ്ലാദ, നീ വന്നോ? എനിക്കറിയായിരുന്നു നിനക്ക് എന്നോടുള്ള സ്നേഹം. പ്രഹ്ലാദ, സ്റ്റേ, ബിഹേവ്. അങ്ങനെയല്ല, ചേട്ടായി കാണിച്ചു തരാം. ഇവൻ ഇതെവിടെ പോയി? ബാമി, ബാമി. ഇനി ഞാനോടാ, നീ എന്നെ പിടിക്കാൻ വാ. പ്രഹ്ലാദ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാ. എന്റെ ഈശ്വര, ഇതെന്തുവാ കാണിക്കുന്നേ? ബേബി, ഇതെന്ത് ബഹളവാ? നീ നാട്ടുകാരെല്ലാം എണ്ണിപ്പിക്കുവോ? ഋതു മോനെ, ഞാനല്ല, ഈ പ്രഹ്ലാദനാ ഒച്ച വെക്കുന്നേ. പ്രഹ്ലാദ
അതാരാ? പ്രഹ്ലാദ മീറ്റ് ഹൃദ. ഹൃദ ഇതാണ് എന്റെ പ്രഹ്ലാദൻ. ഇതാ പൊട്ട ബോധമില്ലാതെ പിച്ചും പേയും പറയാതെ കേറുവാ. ഭാമി പോയി കൂട്ടി കേറണം. ഇവനേ ബോധമില്ല, നീയും കൂടെ ഒച്ചപ്പാടും ബഹളം വെക്കുവാ. ഓ ഇങ്ങോട്ട് കേറി വാ. ഞാൻ വരൂല, നീ എന്നോട് ദേഷ്യപ്പെട്ടു. ദാരുഷേ നീ വരുന്നുണ്ടോ? ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ച് എല്ലാരും എണ്ണിപ്പിക്കും ഇവൻ. കണ്ടോ, എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്നെ വീണ്ടും വീണ്ടും വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. എന്നെ ബേബി എന്നും വിളിച്ചില്ല. ദൈവമേ, ഇവനെന്റെ ക്ഷമ പരീക്ഷിക്കും. പൊന്നു മോനെ മുത്തേ ചക്കരെ വാ, നിന്റെ ബേബി അല്ലേ വിളിക്കുന്നേ, വാ. നിനക്കൊന്ന് ബോധം വന്നോട്ടെ, എല്ലാം കൂടെ ഞാൻ തരുന്നുണ്ട്. ആഹാ, ബാൽക്കണി ഡോറൊക്കെ തുറന്നിട്ടിരിക്കുക, സൗകര്യമായി. ഇവിടെ എന്തുവാ വാതിലും ജനലെല്ലാം തുറന്നിട്ടിട്ട് ഇത് എവിടെ പോയി? വേദാ, വേദാ. ദൈവമേ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ. പോയി നോക്കാം. വേദാ, വേദാ. ഏതായി പിച്ചക്കാരൻ? പിച്ചക്കാരൻ? അയ്യോ, പിച്ചക്കാരൻ അല്ലടി, ഞാൻ നിന്റെ ദർശേട്ടനാ. ബംഗാളി ജൂണേ, നീയോ? ബംഗാളി അല്ല, മായാവി. ഇതെ പെണ്ണെ, ഞാൻ ദർശനാടി. ബായ് വന്നത് നന്നായി. എന്റെ സിലിംഗിലെ ഒരു ചോർച്ചയുണ്ട്. ബംഗാളി ബായ് അതൊന്ന് നോക്കി സിമെന്റ് ഇട്ടൊട്ടിച്ചേരണം. ഈ കിളിയില്ലാത്ത ഐറ്റത്തെ കാണാനാണോ ദൈവമേ ഞാൻ ഇത്ര സാഹസികമായി മതിലും ചാടി ഇവിടം വരെ വന്നത്? എല്ലാം വേസ്റ്റായി. ജൂൺ ബായ് കരയരുത്. ജൂൺ ബായ് കരയണ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അളിയ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്റെ പൊന്നു വീടാ, നീ എന്ത് കരച്ചില് നടത്തിക്കേ? ഒച്ചപ്പാടെടുക്കാതെ എന്റെ പെണ്ണേ, ഇവിടെ ഇത് കുളവാക്കും. എന്റെ ദർശേട്ടനെ കാണാനേ ബംഗാളി ബായിനെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ എന്റെ ദർശേട്ടൻ്റെ അത്ര സൽസ്വഭാവ സൽഗുണസമ്പന്നമായ വേറൊരു വ്യക്തിയാണില്ല. ഒന്ന് പോവണം, എനിക്ക് നാണാവുന്നു. ചില മണ്ടത്തരവും കുറച്ച് ബുദ്ധിയില്ലായ്മ മാത്രം വെച്ച എന്റെ ദർശേട്ടൻ ആരാ? കിം നാം ജൂൺ അല്ലേ? സാക്ഷാൽ കിം നാം ജൂൺ. എനിക്ക് അപ്പഴേ അറിയായിരുന്നു നിനക്ക് കുറെ ചെറുക്കനോട് എന്നെയും ഇഷ്ടമെന്ന്. ഞാൻ ഈ സങ്കടം ഞാൻ ആരോട് പറയും? ദൈവമേ. ബംഗാളി പോയി പുല്ലൂരിക്കടോ. ഞാൻ പറഞ്ഞ സീലിംഗ് ഒട്ടിച്ചോ? ഇതൊരു നടക്കി പോവില്ല. അയ്യോ തണുപ്പ്. ആ കെട്ടങ്ങോട്ട് ഇറങ്ങട്ടെ. ദർശേട്ടനോ? ആ, പോയ കിളികളെല്ലാം കൂട്ടി തിരിച്ചു കയറുന്നുണ്ടല്ലോ. തണുക്കുന്നു. മോള് ഒരു 2 മിനിറ്റ് കൂടെ അവിടെ നിൽക്കാം. കെട്ടി വിട്ട് നിന്നോട് 2 സംസാരിക്കാനുണ്ട്. അയ്യടാ, ഞാൻ മാത്രം അങ്ങനെ ഒറ്റക്ക് നനയണ്ട, ഇങ്ങോട്ട് വാ. വേദ, എനിക്ക് തിരിച്ചു പോകാനുള്ള ഞാനിനി നനഞ്ഞ ബനിയനെ ഇട്ടുള്ള പോകണ്ടേ? ആഹാ, ചിരിക്കുന്നു. ദർശേട്ടാ, ഇതെന്താ Whiskey tastes better when I taste it from you, Veda. You're such a sap. Yes, I'm your sap. Yes, only mine. ഓ ഇങ്ങോട്ട് കേറി വാ, ശബ്ദം ഉണ്ടാക്കല്ലേ. ഇവിടെ മിണ്ടാതിരി, ഞാൻ പോയി ഡോർ ലോക്ക് ചെയ്തിട്ട് വരാം. എന്നാ രാവിലെ ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട് എടുക്കാഞ്ഞ്. ഓ അത് രാവിലെ ഇവിടെ നല്ല തിരക്കായിരുന്നു, സോ ഞാൻ കോള് കണ്ടില്ല. എന്റെ മോർണിംഗ് കിസ് എനിക്ക് ഇപ്പൊ വേണം. അയ്യേട്ടാ, മോന്റെ പുതിയ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. കുടിച്ച് ബോധമില്ലാതെ വന്നതും പോരാ അവൻ്റെ ഒരു കിസ്.
ഇത്രയും ഹോട്ട് ആൻഡ് ഹാൻസം ആയി എന്റെ മുഖത്ത് നോക്കി കിസ് തരില്ല എന്ന് പറയാൻ എങ്ങനെ തോന്നി? ബോധമില്ലാത്തപ്പോ തരില്ല എന്നാ പറഞ്ഞേ. ഏയ്, നീ ഇതെങ്ങോട്ടാ എന്നെ വലിച്ചോണ്ട് പോകുന്നത്? ദൈവമേ, എന്നെ മുക്കിക്കൊല്ലം കൊണ്ടുപോവാണോ? മോൻ കുറച്ച് വെള്ളം കുടിക്കും, ബോധം വരുന്നവരെ കുടിക്കും. എടി ദുഷ്ടി, എന്നെ മുക്കിക്കൊല്ലും. ഓ, ശ്വാസം മുട്ടിച്ച് കൊല്ലുവോ പെണ്ണെ എന്നെ? മിക്കവാറും. കാലങ്ങൾ മുന്നേ ലത, ആത്മാവിനുള്ളിൽ ഈറന്തു മഞ്ഞ ഹാരിഷ്, തോരാതെ പെയ്തു. you started it first. If this is what you meant by making me feel breathless, then I'm down for it again. I have my own ways. But ഇന്നത്തെ കോട്ട കഴിഞ്ഞു. മോൻ ചെല്ല്. Baby! ഒരു ബേബി ഇല്ല, പൊയ്ക്ക്. ഇങ്ങോട്ട് പാവല്ലേ. ഹാരിഷ്, എന്നെ താഴെ ഇറക്കടാ. നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. മോൻ അവിടെ നിന്ന് നിന്നെ. ബോധം വരുമ്പോ നിന്നോട് 2 കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ ഋതു ബോധം പോണ വരെ വെള്ളമടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, അറിയാതെ പറ്റിപ്പോയതാ. ആ, അപ്പൊ മോൻ അറിയാം. അത് പിന്നെ ദേ മിണ്ടി പോകരുത്. പാതിരാത്രി ബോധമില്ലാതെ എന്റെ ബാമിനി കയറി പ്രഹ്ലാദ എന്ന് വിളിച്ചത് പോരാ. എന്താലും പാടാ നീയൊക്കെ. വേറെ ഒരു പേരും കിട്ടിയില്ലേ? അത് ഞാൻ മാത്രമല്ല, ദർശനം ഉണ്ട് കൂടെ. അവനും ഉണ്ടോ? ദൈവമേ, നിങ്ങൾ ഇനി ഇവിടെ കണ്ട സീനാകും. ബാ, പുറത്തോടെ ഇറക്കാനുള്ള വഴി നോക്കാം. എന്തിനാ? വന്ന വഴി തിരിച്ചാടുക പോരെ? അല്ലേ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ബാ പോകാം. ഡാ ദർശ, നീ രാവിലെ പോയതാണല്ലോ പാർലറിൽ. അവിടെ കല്യാണ പെണ്ണ് വരെ റെഡിയായി, എന്നിട്ട് നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ ഇതുവരെ? ഓ അമ്മ, കഴിഞ്ഞു. പിന്നെ കല്യാണ ചെറുക്കൻ ഒരുങ്ങാൻ പാടില്ല എന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല. എന്റെ കല്യാണം ഞാൻ ഒരുങ്ങും, അല്ല പിന്നെ. ഓ, എന്തേലും ചെയ്, മുഹൂർത്തത്തിന് മുന്നെങ്കിലും അവിടെ എത്തിയേക്കണം. ഓ, ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് ഡയറക്റ്റ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയേക്കാം. ഓഫ്, ലുക്കായിട്ടുണ്ടല്ലോ മോളെ. ഹർഷ് വിളിച്ചായിരുന്നു, ദർശേട്ടൻ്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നേലും ലുക്കാവാനുള്ള ശ്രമവാ, ബട്ട് എൻ്റെ കൂടെ പിടിച്ചു നിൽക്കാനൊന്നും അവന് പറ്റില്ല. അവൻ ഇനി ഒരു 10 മണിക്കൂർ പാർലറിൽ ഇരുന്ന് ഒരുങ്ങിയാലും അത് നടക്കില്ല. അതെ മിസ്, സ്വയം പൊക്കി തീർന്നെങ്കിൽ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകായിരുന്നു. ഓ, നീ പോടി. പിള്ളേരെ എല്ലാം കഴിഞ്ഞില്ലേ? വാ ഇറങ്ങാം. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയാണല്ലോ മെയിൻ ചടങ്ങ്. എന്ത് ചടങ്ങ്? ഈ പോടാ വൃത്തികെട്ടവനെ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, പറയാതിരിക്കുന്നതാ നല്ലത്. ആ ഹൃദയം നിന്നെ എങ്ങനെ സഹിക്കുന്നു ആവും. അയ്യട്ടാ, ഞാൻ അവളെ എങ്ങനെ സഹിക്കുന്നു എന്ന് വേണം ചോദിക്കാൻ. എന്താണ് 2 പേരും കൂടെ മാറി നിന്നൊരു കശുപുശ? ഓ, വന്നല്ലോ വനമാല. നീ പോടാ. ദർശേട്ടാ, അമ്മ വിളിക്കുന്നു. ഗസ്റ്റിനെ സി ഓഫ് ചെയ്യാനാ. ആണോ? എന്നാ ഞാൻ പോയി നോക്കട്ടെ. അങ്ങനെ പോകല്ലേ, ഒന്ന് മൈൻഡാക്കടോ. ഓ, എന്താ നിനക്ക് വേണ്ട? ഉണ്ടാട്ടി കളിപ്പനാണല്ലോ.
മോൻ കെട്ടിക്കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി കേട്ടാ. എന്നാലേ ഈ കൊണ്ടാട്ടിയെ സ്വന്താക്കാൻ അടുത്ത ആഴ്ച ഞാനൊന്ന് വീട്ടിൽ വരുന്നുണ്ട്. ഡാ, നീ സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നേ? ഹൃദ, with you, love feels easy. It's weightless and natural, constant and safe. You're the kind of love which feels home and comfort to me. The world looks less scary when you hold my hands, and all the worries just disappear when you're by my side. When you're the sea, let me be your waves. Be mine forever. ഹരുഷ്, യെസ്, ഒരു 100% സമ്മതമാണ്. ഐഷ്, എൻ്റെ സ്ട്രോങ് കറിയുവാ. പോടാ, സത്യം പറ, ഏത് ഇംഗ്ലീഷ് പടം കണ്ടിട്ട് വന്നിറക്കിയ ഡയലോഗാ? നീ എൻ്റെ ഉള്ളിൽ കവിഞ്ഞ് ചോദ്യം ചെയ്യുന്നു. ഷേക്സ്പിയറിന് മാത്രമല്ല, എനിക്കും പറ്റും. ഉവ്വേ. മോളെ, ഇന്ന പാല്. ചടങ്ങൊന്നും തെറ്റിക്കണ്ട, ഇത് മോള് കൊണ്ടുപോക്കോ. ആ, ഓക്കെ അമ്മ. നീ என்பதே ആ, നീ എന്താ വരാഞ്ഞെന്ന് നോക്കിയിരിക്കുമായിരുന്നു. ആ, ഞാൻ യാത്ര പറയാൻ പോയതായിരുന്നു എല്ലാരോടും. ഉഫ്, പാൽ ഗ്ലാസ് ഒക്കെ ആയിട്ടാണല്ലോ വരും. തീഷ്യ മൂവി സീൻ പോലുണ്ട്. ഫസ്റ്റ് നൈറ്റ് അല്ലേ, കുറച്ച് ഫിലിമി സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് കരുതി. ഒട്ടും കുറക്കണ്ട. ആദ്യം നീ കുടിക്കും, എന്നിട്ട് മതിയായിരിക്കും. ഷോ, ജാം കൂടി കിട്ടിയ കൊള്ളായിരുന്നു. എന്തിനാ ജാം മാത്രം ആക്കുന്നത്? ബ്രെഡ് ടോസ്റ്റ് കൂടെ ആകാറുണ്ടല്ലോ. ആ, ശരിയാ. അയ്യോ, ഈ പെണ്ണ്. അല്ല, എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ച്? പാല് ഫാമിലിക്ക് നല്ല ബെസ്റ്റാ. യു pervert. ഐഷ്, അടങ്ങിയിരി പെണ്ണെ. ദർശ, ഞാൻ ഡ്രസ് കൂടി ചേഞ്ച് ചെയ്തില്ല, എന്നെ താഴെ ഇറക്ക്. Don't worry baby, I can always help you undress. Aish, stop being shameless, Darshan. You're making me blush. And that itself makes me lose control. But അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. വീട, നമ്മൾ ഒരുമിച്ചാണ് ഒരു ജീവിതം മുന്നോട്ട് സ്വപ്നം കണ്ടത്. ആൻഡ് അതിലെ ഓരോ നിമിഷവും എനിക്ക് നിന്നോടൊപ്പം ആസ്വദിക്കണം. പിണക്കങ്ങളിലും ഇണക്കങ്ങളിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. I want to be your safe zone as the way you are mine. Can I make you mine tonight? Yes. I will always be by your side, for now and forever. Veda, your lips have always tasted sweet, but now they have become sweeter, just like your love.